എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഈ ഇതിൽ കാണിക്കുന്ന സ്റ്റെയറാണ്. സിവിൽ ഡ്രോയിങ്ങിൽ നമ്മൾ ചെയ്യുന്ന സ്റ്റെയറുകളാണ് കാണിച്ചിട്ടുള്ളത്. അതിലാദ്യം പറഞ്ഞിട്ടുള്ളത് എലമെൻറ്റ്സ് ഓഫ് സ്റ്റെയറാണ്. എലമെൻറ്റ്സ് ഓഫ് സ്റ്റെയർ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ വരയ്ക്കണം എന്നില്ല. അതിൽ ഞാൻ ജസ്റ്റ് ആ പാർട്സുകളൊക്കെ എന്താണെന്നറിയാൻ വേണ്ടിയിട്ട് ആ പേരുകൾ മെൻഷൻ ചെയ്യാൻ വേണ്ടി മാത്രം അത് കൊടുത്തിട്ടുള്ളതാണ്. അത് നിങ്ങൾ വരയ്ക്കണമെന്ന് നിർബന്ധമില്ല. അടുത്ത സ്റ്റെയർ തൊട്ടാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. സ്ട്രെയിറ്റ് സ്റ്റെയർ. ഇനിയിപ്പോൾ അത് വരച്ച് കഴിഞ്ഞ ഒരു പ്രശ്നമില്ല. ഇത് സ്ട്രെയിറ്റ് സ്റ്റെയർ തൊട്ടാണ് നമുക്ക് വരയ്ക്കാനുള്ളത്. ആ സ്ട്രെയിറ്റ് സ്റ്റെയറിൻ്റെ പിക്ചർ, അതായത് പ്ലാനും എലിവേഷനുമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ചിത്രത്തിൽ. അതിൻ്റെ ഡയമെൻഷനും നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്ട്രെയിറ്റ് സ്റ്റെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഒറ്റ ഇതിൽ നമ്മൾ കൊടുക്കുന്ന സ്റ്റെയറുകളാണല്ലേ. അത് സാധാരണ നമ്മൾ ഒരു നില വീടിൻ്റെ സൈഡിൽ കൂടെയൊക്കെ കൊടുക്കുന്ന കോണികളാണ് സ്റ്റെയറുകളാണ് സാധാരണ നമ്മൾ അങ്ങനെ കൊടുക്കാറ്. രണ്ടാമത്തെ സ്റ്റെയറാണ് ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ. ഇതാണ് സാധാരണ എക്സാമിനൊക്കെ ചോദിക്കാറുള്ളത്. ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ എന്ന് പറയും. അതാണ് ഈ സ്റ്റെയറിൻ്റെ പേര്. നമ്മളിങ്ങനെ കയറി വന്ന് പിന്നെ ഒരു ലാൻഡിങ് വന്ന് തിരിച്ച് റിട്ടേൺ കയറി പോകുന്ന അതിൻ്റെ പ്ലാനും അതിൻ്റെ എലിവേഷനുമാണ് നമ്മളവിടെ കൊടുത്തിട്ടുള്ളത്. വിത്ത് ഡയമെൻഷൻസും കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തതാണ് ഓപ്പൺ ന്യൂവൽ സ്റ്റെയർ എന്ന് പറയുന്നത്. ആ സ്റ്റെയറിൻ്റെയും അതെങ്ങനെയാണ്, ആ ലാൻഡിങ് കൊടുക്കുന്ന സ്പേസ് കണ്ടില്ലേ, അവിടെ നമുക്ക് കുറച്ചും കൂടിയും സ്പേസ് കുറച്ചും കൂടി കൂടുതലായിട്ട് വരുന്നുണ്ട്. കുറച്ചും കൂടി വിഡ്ത്ത് വേണം. ആ പ്ലാനിൽ കണ്ട നമുക്ക് ഇത്തരം സ്റ്റെയറുകൾ കൊടുക്കുമ്പോൾ അതിനേക്കാളും കുറച്ച് വിഡ്ത്ത് വേണം. അപ്പോൾ അതിലും നമ്മൾ പാർട്സുകൾ മാർക്ക് ചെയ്തിട്ടുണ്ട് വിത്ത് ഡയമെൻഷൻ കൂടെ. അപ്പോൾ ഈ സ്റ്റെയറുകൾ എന്താണ്, ഇത്തരം സ്റ്റെയറുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതായത് സിവിൽ ഡ്രോയിങ്ങിൽ സാധാരണ ചോദിക്കാറുള്ളത്. പിന്നെ ജോമെട്രിക്കൽ സ്റ്റെയറാണ്. ജോമെട്രിക്കൽ സ്റ്റെയർ അധികം അങ്ങനെ ചോദിക്കാറില്ല. ജോമെട്രിക്കൽ സ്റ്റെയർ അതുപോലെ തന്നെ ഓപ്പൺ ന്യൂവൽ സ്റ്റെയർ തന്നെയാണ് ഇതും വരച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് നിങ്ങളൊന്ന് വരയ്ക്കാൻ ശ്രമിച്ച് നോക്കുക. അതിൽ ഡയമെൻഷൻസ് കൊടുത്തിട്ടുണ്ട്. ട്രെഡും റൈസും ആ കൊടുത്തിട്ടുള്ള ആ റൂമിൻ്റെ സൈസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇതിലെല്ലാ ഡയമെൻഷൻസും സെൻറ്റിമീറ്ററിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ഇപ്പോൾ എന്താ പറയുക, ഒഴിവ് കിട്ടുന്ന സമയങ്ങളിൽ ഷീറ്റിൽ അതൊന്ന് വരയ്ക്കാനായിട്ട് ശ്രമിക്കുക. എത്ര എണ്ണം ഇപ്പോൾ ജോമെട്രിക്കിൽ ഞാൻ നിർബന്ധം പറയില്ല. പക്ഷേ നിങ്ങൾ ഈ സ്ട്രെയിറ്റ് സ്റ്റെയറും ഡോഗ് ലെഗ്ഡ് സ്റ്റെയറും ഓപ്പൺ ന്യൂവൽ സ്റ്റെയറും ഒന്ന് വരയ്ക്കാനായിട്ട് ശ്രമിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേതെങ്കിലും ഒരു സ്റ്റെയർ ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ അറിയേണ്ടതാണ് സ്റ്റെയറിലെ പാർട്സുകൾ. സ്റ്റെയറിൽ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞിരുന്നു, നമ്മളൊരു എന്താ പറയുക, ഈ ഡോറ്, അതുപോലെ റൂഫ്, പിന്നെ ആർച്ച്, ഇതൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറയുന്നത് അതിൻ്റെ പാർട്സുകളാണ് നമുക്ക് വൺ വേർഡ് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാറ്. അതുപോലെ തന്നെയാണ് ഇതിൽ സ്റ്റെയറിൻ്റെ പാർട്സുകൾ നമുക്ക് വൺ വേർഡ് ക്വസ്റ്റ്യൻസിൽ നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ആ എലമെൻസിൽ നമ്മൾ കുറച്ച് പാർട്സുകളൊക്കെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ന്യൂവൽ പോസ്റ്റ്, നമ്മൾ ആ ഹാൻഡ് റെയിലിൻ്റെ ഇത് കൊടുക്കില്ലേ, അതിനാണ് നമ്മൾ ന്യൂവൽ പോസ്റ്റ് എന്ന് പറയുന്നത്. ഹാൻഡ് റെയിൽ എന്താണ്, റൈസ് എന്താണ്, അതുപോലെ ബാലുസ്റ്റർ, നമ്മൾ ഈ ഹാൻഡ് റെയിലിനെ ഈ കൊടുക്കുന്ന ഈ ലൈനിന് അതിൻ്റെ ഇടയിൽ നമ്മൾ ആ കൊടുക്കുന്ന ഈ ലൈനിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബാലുസ്റ്റർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ലാൻഡിങ്, ട്രെഡ്, റൈസ്, പിച്ച്. ഇത്തരം ചെറിയ രീതിയിൽ ഇപ്പോൾ ഇതൊക്കെ നമുക്ക് വൺ വേർഡ് ക്വസ്റ്റ്യൻസിൽ ചിലപ്പോൾ എന്താണ് ട്രെഡ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും അല്ലേ. നമ്മൾ കാല് വയ്ക്കുന്ന നമ്മുടെ കാൽപാദം വയ്ക്കുന്ന ആ സ്പേസിനെയാണ് നമ്മൾ ട്രെഡ് എന്ന് പറയുന്നത്. റൈസ് എന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പിൻ്റെ ഹൈറ്റിനെയാണ് നമ്മൾ റൈസ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. പിന്നെയുണ്ട് സ്റ്റെയറിൻ്റെ അണ്ടർ സർഫസ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത്യാവശ്യം നമുക്ക് പരീക്ഷയ്ക്ക് വരുന്ന ഈ ഒരു കുറച്ച് കാര്യങ്ങൾ നമ്മൾ കുറേ ഇത് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, മൊത്തം പാർട്സുകൾ വരുമ്പോൾ കൺഫ്യൂഷനാവും. അപ്പോൾ അത്യാവശ്യം ചോദിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതിൽ ഡയമെൻഷൻസ് നോക്കിയിട്ട് നിങ്ങളത് വരയ്ക്കുക, വൃത്തിയായിട്ട് വരയ്ക്കുക. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മളിപ്പോൾ സ്റ്റെയറിനെ കുറിച്ച് പറഞ്ഞു. സ്റ്റെയറിൻ്റെ ക്ലാസ്സൊക്കെ നിങ്ങൾക്ക് എടുത്ത് കഴിഞ്ഞിട്ട് ഉണ്ടാവേണ്ടതാണ് മൊഡ്യൂളിൽ. പക്ഷേ എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയാണ് അതിൻ്റെ തിയറി ആയിട്ട്. അതായത് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞത് മൊത്തം ടൈപ്സ് ഓഫ് സ്റ്റെയറാണ്. പലതരത്തിലുള്ള സ്റ്റെയറുകളിൽ ഒരു 3-4 മാത്രം. ഇതൊന്നല്ല, ഇപ്പോഴൊക്കെ ചെയ്യുന്നതൊക്കെ ഇതിലും ലേറ്റസ്റ്റായിട്ട് വളരെ വ്യത്യസ്തമായിട്ടൊക്കെ ചെയ്യുന്ന വർക്കുകളുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ തിയറിക്കലായിട്ട് പഠിക്കാൻ ഈ ഒരു 3-4 നമ്മൾ പഠിച്ചാൽ മതി.
പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സ്റ്റെയർ, ഞാൻ ജസ്റ്റ് സ്റ്റെയറിൻ്റെ തിയറി മാത്രം ജസ്റ്റ് ഞാനൊന്ന് പറയാണ്. അതായത് നമ്മൾ എന്തിനാണ് സ്റ്റെയർ യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ഒരു സ്റ്റെയറിൻ്റെ ഡെഫിനിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത്, അതായത് സ്റ്റെയർ, അതുപോലെ തന്നെ ലിഫ്റ്റ്, റാമ്പ്, എസ്കലേറ്റർ, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്റ്റെയറിൻ്റെയും റാമ്പിൻ്റെയും എസ്കലേറ്ററിൻ്റെയും എലിവേറ്ററിൻ്റെ ഇതിൻ്റെ ഒക്കെ ലിഫ്റ്റിൻ്റെ ഒക്കെ എന്താ പറയുക, പർപ്പസ് ഒന്നാണ്. എന്താണ് ആ പർപ്പസ്? ഒരു ഡെഫിനിഷനായിട്ട് പറയുമ്പോൾ നമ്മൾ അങ്ങനെയാണ് പറയുക. അതായത് വെർട്ടിക്കൽ ട്രാൻസ്പോർട്ടേഷൻ അല്ലേ, ഒരു ഫ്ലോറിൽ നിന്ന് മറ്റൊരു ഫ്ലോറിലേക്ക് ഈസി ആയിട്ട് നമുക്ക് എന്താ പറയുക, ഈസിയായി നമുക്ക് പോകാനും വരാനുമുള്ള, അതായത് അങ്ങോട്ടുള്ള ട്രാൻസ്പോർട്ടേഷനുള്ള, അതായത് ഈസി ആയിട്ട് ഒരു ഫ്ലോറിൽ നിന്ന് മറ്റൊരു ഫ്ലോറിലേക്ക് പോകാനുള്ള ഒരു സിസ്റ്റമാണ്, ഒരു പ്രോസസ്സാണെന്ന് പറയുന്നത്, ഒരു സിസ്റ്റമാണ് ഈ സ്റ്റെയർ എന്ന് പറയുന്നത്. അതിനാണ് എന്താ പറയുക, വെർട്ടിക്കൽ ട്രാൻസ്പോർട്ടേഷൻ എന്നുള്ള വേർഡാണ് നമ്മൾ സാധാരണ, നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരുമ്പോൾ അങ്ങനെയായിരിക്കും നമുക്ക് ചോദിക്കാം. അപ്പോൾ വെർട്ടിക്കൽ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഒരു ഫ്ലോറിൽ നിന്ന് മറ്റൊരു ഫ്ലോറിലേക്ക് പോകുന്നതിനുള്ള വെർട്ടിക്കൽ ട്രാൻസ്പോർട്ടേഷനാണ് എന്തെന്ന് പറയുന്നത്, സ്റ്റെയർ എന്ന് പറയുന്നത്. ബാക്കി സ്റ്റെയറിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അത്യാവശ്യം ഫീൽഡിലുള്ളവരായതുകൊണ്ട് അറിയാവുന്നതാണ്. നമ്മളെങ്ങനെയാണ് ഒരു സ്റ്റെയറിൻ്റെ ഡിസൈൻ കൊടുക്കുന്നത്, അതൊക്കെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡലുകളും കൺസ്ട്രക്ഷനിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ തിയറിക്കലി പറയുന്ന പോലെ ഒന്നല്ല. പിന്നെ അതിൽ അത്യാവശ്യം നിങ്ങൾ പരീക്ഷയ്ക്ക് അറിഞ്ഞിരിക്കേണ്ടത് ടൈപ്സ് ഓഫ് സ്റ്റെയർ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അതിപ്പോൾ സിവിൽ ഡ്രോയിങ്ങിനായാലും തിയറിക്കായാലും. പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഇതിൻ്റെ അത്യാവശ്യം പാർട്സുകളാണ്. ഈ പാർട്സുകൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റെയറിൽ കൂടുതലായിട്ടൊന്നും നമുക്ക് പഠിക്കാനില്ല. അപ്പോൾ അതിൽ വരുന്നൊരു എന്ന് വെച്ചാൽ ഫ്ലൈറ്റ് എന്താണെന്ന് സാധാരണ ചോദിക്കാറുണ്ട്. ഫ്ലൈറ്റ്, FLIGHT, ഫ്ലൈറ്റ്. സ്റ്റെയറിലെ ഫ്ലൈറ്റ് എന്നുള്ള വേർഡ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് നമ്മളോട് ചോദിക്കാറുണ്ട്. ഫ്ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടം സ്റ്റെപ്പ്, സീരീസ് ഓഫ് സ്റ്റെപ്സ്, അതാണ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ. ഒരു കൂട്ടം സ്റ്റെപ്പുകൾ അടങ്ങിയിട്ടുള്ള ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ഇനി ഒരു ഫ്ലൈറ്റിൽ മിനിമം 3 സ്റ്റെപ്പും മാക്സിമം 12 സ്റ്റെപ്പുമാണ് നമ്മൾ സാധാരണ കൊടുക്കാറ്. അത് ചോദിക്കാറുണ്ട് 1 വേർഡ് ക്വസ്റ്റ്യൻസിൽ. ഒരു ഫ്ലൈറ്റിൽ എത്ര സ്റ്റെപ്പുകൾ, മാക്സിമം എത്ര സ്റ്റെപ്പ് കൊടുക്കാം, മിനിമം എത്ര സ്റ്റെപ്പ് കൊടുക്കാം എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വേർഡ് ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ സീരീസ് ഓഫ് സ്റ്റെപ്സ് ആണ്, അതായത് സ്റ്റെപ്സുകളുടെ ഒരു കൂട്ടം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റെപ്സുകൾ മാക്സിമം 12ഉം മിനിമം 3ആണ്. ഒരു ഫ്ലൈറ്റിലെ മാക്സിമം സ്റ്റെപ്പിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 12ഉം മിനിമം സ്റ്റെപ്പിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 3ഉമാണ്. ഇത് 1 വേർഡിൽ പൊതുവെ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെ നമുക്ക് സ്റ്റെയറിൽ കൂടുതലായിട്ട് വരുന്നുള്ളൂ. വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് സാധാരണ ചോദിക്കാറില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഈ സ്റ്റെപ്പൊക്കെ വരയ്ക്കുമ്പോൾ ട്രെഡ് എന്താണ്, റൈസ് എന്താണ്, ഹാൻഡ് റെയിൽ എന്താണ്, ന്യൂവൽ പോസ്റ്റ് എന്താണ് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി, ലാൻഡിങ് എന്താണ് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി നിങ്ങൾ വരയ്ക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ അണ്ടർ സർഫേസ് ഉണ്ട്. അതിൻ്റെ ഈ ഇങ്ങനെ സ്റ്റെപ്പ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വരുന്നതിൻ്റെ സൈഡിന് നമ്മൾ വേസ്റ്റ് എന്നാണ് പറയുക, വേസ്റ്റ് ആ ഭാഗത്തിന്. അതുപോലെ തന്നെ ഇതിൻ്റെ അണ്ടർ സർഫസിന് നമ്മൾ ആർച്ചിൽ പറയുന്ന പോലെ തന്നെ സോഫിറ്റ് എന്ന് തന്നെയാണ് പറയുക. സ്റ്റെയറിലും അണ്ടർ സർഫസിന് നമ്മൾ സോഫിറ്റ് എന്ന് തന്നെയാണ് പറയുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള വാക്കുകളായിരിക്കും, പരിചയമില്ലാത്ത വാക്കുകളാണെങ്കിൽ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ബാലുസ്റ്റർ എന്താണെന്ന് ചോദിക്കാറുണ്ട്. കാരണം ഈ വാക്കുകളൊന്നും നമ്മൾ പൊതുവെ യൂസ് ചെയ്യാത്തതാണ്. ബാലുസ്റ്റർ എന്ന് പറയുന്നത് ഈ ഹാൻഡ് റെയിലിൻ്റെ ഇടയിൽ കൊടുക്കുന്ന ഈ എന്താ പറയുക പീസിനെയാണ് നമ്മൾ ബാലുസ്റ്റർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ പോസ്റ്റ്, ന്യൂവൽ പോസ്റ്റ്, നിങ്ങൾ അങ്ങനെയൊക്കെ അത്തരം വേർഡുകളാണോ നിങ്ങൾ യൂസ് ചെയ്യാമെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ സ്റ്റെയറുകൾ ഒഴിവ് ഇപ്പോൾ കിട്ടുന്ന സമയം, നമുക്ക് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത സമയത്ത് നിങ്ങൾക്ക് വേറെ സമയം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ സമയം നിങ്ങളതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. റെക്കോർഡ് അടുത്ത ശനിയാഴ്ചക്കുള്ളിൽ സബ്മിറ്റ് ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ മൂവ് ചെയ്യുക. ഈ ജോമെട്രിക്കലിൻ്റെ സ്റ്റെയർ വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, അത് സാധാരണ അങ്ങനെ ചോദിക്കാറില്ല. ബാക്കി ഈ ന്യൂവൽ പോസ്റ്റും അതുപോലെ തന്നെ ഡോഗ് ലെഗ്ഡ് സ്റ്റെയറും അതുപോലെ തന്നെ സ്ട്രെയിറ്റ് സ്റ്റെയറും, ഇത് മൂന്നൊന്നും നിങ്ങൾ വരച്ചാൽ മതി ഷീറ്റിൽ കേട്ടോ. ഓക്കെ, പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ഇട്ടോ. ഫോണിൽ ചാർജ് വളരെ കുറവാണ്, ഇപ്പോൾ അത് 20ലും താഴേക്ക് വന്നിരിക്കുകയാണ്.
അപ്പോൾ ബാക്കി നമുക്ക് ക്ലാസ്സിൽ നേരിട്ടിട്ട് സംസാരിക്കാം.